സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഷാജി എൻ കരുൺ, ജി സുരേഷ് കുമാർ, പന്തളം സുധാകരൻ തുടങ്ങിയവർ അംഗങ്ങളായ കമ്മിറ്റിയാണ് സിനിമാ നവീകരണത്തിന് സമഗ്ര നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചതായി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. നമ്മൾ അതിനെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതിപ്പോൾ ആ കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സും കൂടി ആയിട്ട് ആലോചിക്കും. ഇൻ പ്രിൻസിപ്പിൾ നമ്മളത് അംഗീകരിക്കുകയാണ്. അതേസമയം അതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിച്ച് അതിൻ്റെ ഒരു പരിഹാരം കാണും. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ജൂറിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അവാർഡ് തുക ഉയർത്താനുമാണ് പ്രധാന നിർദ്ദേശം. ഹാസ്യനടനുള്ള അവാർഡ് നിർത്തലാക്കാനും രണ്ടാമത്തെ നടീനടന്മാർക്ക് നൽകുന്ന പുരസ്കാരം സ്വഭാവ നടീനടന്മാർക്കുള്ള പുരസ്കാരമാക്കി മാറ്റണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. സിനിമാ സബ്സിഡി തുക 10 ലക്ഷമായി ഉയർത്തണം. ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമാകുന്ന ചിത്രങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ പ്രത്യേക പാരിതോഷികങ്ങൾ നൽകാനും ശുപാർശയുണ്ട്. JC ഡാനിയൽ പുരസ്കാരം 2 വർഷത്തിൽ ഒരിക്കലാക്കണം. സിനിമക്കിടയിൽ കാണിക്കുന്ന മദ്യലഹരി വിരുദ്ധ അറിയിപ്പുകൾ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളുടെ എണ്ണം 100-നും 120-നും ഇടയിലാക്കണം. മേളയുടെ നടത്തിപ്പ് ഇവന്റ് മാനേജ്മെന്റിൽ നിന്ന് ചലച്ചിത്ര സൊസൈറ്റികളെ ഏൽപ്പിക്കണം. ഡെലിഗേഷൻ ഫീസ് 500 ആക്കി ഉയർത്തണം തുടങ്ങിയവയാണ് ചലച്ചിത്രമേളയെ സംബന്ധിക്കുന്ന ശുപാർശകൾ. മീഡിയ 1 തിരുവനന്തപുരം.